പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദരവ് തന്നെ. ആമേൻ. ദൈവത്തിന് മാറ്റപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ലിജു സംഭവലക്ഷൻ പ്രധാന അടിയിലെ നിരാശ എന്നൊരു മലയാള വാക്ക് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വാക്കാണത്. നിരാശ, ഇംഗ്ലീഷിൽ ഡിസപ്പോയിൻമെന്റ് എന്നതാണ്. ഡെസ്പെയർ എന്നിങ്ങനെ പല സിനോണിംസ് ഉണ്ട്. ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും നിരാശ എന്ന ഇമോഷൻ അനുഭവിച്ചിട്ടുള്ളവരാണ്, അനുഭവിക്കുന്നവരാണ്. നിരാശയില്ലാത്തവരാരാണ്? അളവിന് വ്യത്യാസം ഉണ്ടാകുന്നത് മാത്രം. ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ച്, ജീവിത നിലപാടുകൾക്കനുസരിച്ച് നിരാശയുടെ അളവ് വ്യത്യാസപ്പെടും. പക്ഷേ ഡിസപ്പോയിൻമെന്റ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പല കാരണങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നേടാൻ പറ്റുന്നില്ല, നമ്മൾ ആവശ്യപ്പെടുന്നത് പലതും കിട്ടുന്നില്ല. അങ്ങനെ ഓരോ കാരണങ്ങൾ ഓരോരുത്തർക്കും പലവിധമായ രീതിയിലാണ് സംഭവിക്കുന്നത്. നിരാശ നമ്മളിന്ന് ഒരു കൂട്ടം ആൾക്കാരെ നിരാശ ബാധിതരായവരെ കണ്ടുമുട്ടുകയാണ്. ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരെ ഡിസപ്പോയിൻമെന്റിലാണ്. അവരെയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. വേറെ ആരുമല്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ തന്നെ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് നിരാശ ബാധിച്ചു. എന്താ നിരാശയ്ക്ക് കാരണം? അവരുടെ ഗുരുനാഥൻ അവരെ ഇട്ടേക്ക് പോയി. അവർ പ്രതീക്ഷിച്ചതല്ല, സങ്കല്പിച്ചതല്ല, സ്വപ്നം കണ്ടതല്ല. കുറെ നാൾ, കുറെ വർഷം ഒരുമിച്ച് ജീവിച്ചു. തങ്ങളെല്ലാ സുഖാനുഭവങ്ങളും നേടി. ഇനി തുടർന്നും ഗുരുവായ ക്രിസ്തു കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അവരുടെ വിചാരങ്ങളെല്ലാം തെറ്റിച്ചു. അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. യേശു ക്രിസ്തു അവരെ ഇട്ടേച്ചു പോയി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. നിരാശ ബാധിതരായ ശിഷ്യന്മാർ അവരെന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുക. ഇന്ന് വിശുദ്ധ വേദഭാഗമായി വായിച്ചു കേട്ട ഏവങ്കേലികൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. ഈ ശിഷ്യന്മാരിൽ ചിലര് ഡിസപ്പോയിൻമെന്റ് ബാധിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. അവർ യേശുവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് ഉണ്ടായിരുന്ന തൊഴിലൊക്കെ ഉപേക്ഷിച്ചിട്ടാണ്, ജോലിയെല്ലാം മാറ്റിവെച്ചിട്ടാണ്, ഇവിടെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ടാണ്, നാടിനെ ഉപേക്ഷിച്ചിട്ടാണ്, ദേശത്തെ ഉപേക്ഷിച്ചിട്ടാണ് അവർ യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയത്. ഞങ്ങൾക്ക് ഇനി ജീവിതം എങ്ങനെയാണെന്ന് വിചാരിച്ചാണ് അവർ ഇറങ്ങിയത്. പക്ഷെ യേശു ഇട്ടേച്ച് പോയപ്പോ, ഇട്ടേച്ച് പോകാൻ കുറെ ഇടട്ടന്മാരാണ് കേട്ടോ, അവർ നിരാശ ബാധിതരാണ്. ഈ വേദഭാഗത്ത് പറയുകയാണ്, അവരിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അവരുടെ ശിഷ്യന്മാരിൽ തലവൻ പത്രോസിലേക്ക് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാം, എനിക്കറിയാവുന്ന തൊഴിൽ അതല്ലേ ഉള്ളൂ. ഇല്ലേ? പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ മീൻ പിടിക്കാൻ പോവാം. അവ മറ്റു ശിഷ്യന്മാർ, അവിടെ എല്ലാ പേരുകൾ പറയുന്നുണ്ട്. നമ്മുടെ തോമസ് ശ്രീകാരുണ്ട്, നഥാനിയേലുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്, അങ്ങനെ യോഹന്നാനുണ്ട്, അങ്ങനെ കുറെ ശിഷ്യന്മാരുണ്ട്. അവർ പറയും, ഞാൻ നിന്നോട് വരും, ഞങ്ങളും നിന്നോട് വരികയാണ്. നീ മീൻ പിടിക്കാൻ പോകണോ? ഞങ്ങൾ വരികയാണ്.
ഇവരൊരുമിച്ച് മീൻ പിടിക്കാൻ പോയി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവർക്കറിയാവുന്ന തടാകമാണ്, കടലാണ്, പുഴയാണ്, നദിയാണ്, കായലാണ്, എല്ലാമാണ്. ഇവിടെ മീൻ പിടിക്കാൻ പറ്റും, എവിടെ മീൻ കിട്ടുമെന്ന് അവർക്ക് കൃത്യമായ വിവരമുള്ളതാണ്, അറിവുള്ളതാണ്. അവരൊരു രാത്രി മുഴുവൻ വല വീശി, ഒന്നും കിട്ടിയില്ല. നിരാശ കൂടിയോ കുറഞ്ഞോ? നിരാശ പിന്നെ കൂടി. യേശു പോയി എന്ന നിരാശയിൽ മീൻ പിടിക്കാൻ പോയതാണ്. അറിയാവുന്ന തൊഴിൽ തേടിപ്പോയതാണ്. അവിടെ നിന്നപ്പോ കിട്ടാവുന്നതൊന്നും കിട്ടിയില്ല. നിരാശ കൂടി, ഡിസപ്പോയിന്റ്മെന്റിന്റെ അളവ് കൂടി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്പോൾ അവരൊരു കാര്യം ചെയ്യും, യേശുവിനെ വിളിച്ചു നോക്കാം. യേശുവിനെ അവർ വിളിച്ചു. എന്നിവിടെ വേദഭാഗം അറിയത്തില്ല കേട്ടോ, നിങ്ങൾ വേദത്തിൽ പോയി പരിശോധിക്കരുത്. അങ്ങനെ ഒരു വേദഭാഗമില്ലല്ലോ. യേശുവിനെ ഒരു ആത്മാർത്ഥമായി വിളിച്ചു. ഒരു രാത്രിയോട് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് അടുത്തത് പ്രഭാതമാണ്. രാത്രി കഴിഞ്ഞാൽ പ്രഭാതത്തിൽ യേശു തമ്പുരാൻ അവരുടെ അടുക്കൽ വന്നു. കടൽ തീരത്ത് നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ എന്താ ഉണ്ടോ, വല്ല ഉണ്ടോ കഴിക്കാൻ കൂട്ടുവാൻ? അവരിത് യേശുവാണെന്ന് അറിയില്ല. അവര് പറയും ഒന്നും കിട്ടിയില്ല. കൈ രണ്ടും മലർത്തി നിസ്സഹായാവസ്ഥയോട് പറയുകയാണ്, ഒന്നുമില്ലല്ലോ. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? പടകിന്റെ വലതുവശത്തേക്ക് വല വീശി. ഇത്രയും നേരം ഇടതുവശത്ത് മാത്രമാണ് വീശിക്കൊണ്ടിരുന്നത്. യേശുവില്ലാതെ അവര് വീശിക്കൊണ്ടിരിക്കുക. യേശുവിനെ വിളിച്ചിട്ട് യേശു കൽപ്പനതനുസരിച്ച് വീശി. ഒറ്റ വീശിന് ആ വലയ്ക്ക് നിറയെ മീൻകൂട്ടത്തെയാണ് കിട്ടിയത്. ഈ വേദഭാഗം അറിയാത്തവരാരും ഇരിക്കുന്നത് എനിക്കറിയാം. സെന്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 1 ആ വല നിറച്ച് മീൻകൂട്ടം കിട്ടി. ഡിസപ്പോയിന്റ്മെന്റ് കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. ഡിസപ്പോയിന്റ്മെന്റ് കൂടി നിന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, ഡിസപ്പോയിന്റ്മെന്റ് ആയ ഒരു സമൂഹം മുഴുവൻ ക്രിസ്തുവിനെ വിളിച്ചപ്പോൾ ക്രിസ്തു വന്ന് അവരോട് കൽപ്പിച്ചത് അനുസരിച്ചപ്പോൾ, അനുസരണം പ്രധാനപ്പെട്ട വിഷയമാണ്. ഡിസപ്പോയിന്റ്മെന്റ് ഇല്ലാതായി, അവർക്ക് പ്രത്യാശയായി, ഹോപ്പ് ആയി. ഡിസപ്പോയിന്റ്മെന്റ് എതിർവത് എന്താ? നിരാശയുടെ എതിർവത് എന്താ? പ്രത്യാശ, ഹോപ്പ്. ഡിസപ്പോയിന്റ്മെന്റ് ഹോപ്പ് ആയി മാറ്റപ്പെട്ടു. എന്നറിയാമോ എന്റെ സന്ദേശം? ആരാണ് ഡിസപ്പോയിന്റ്മെന്റിൽ ഉൾപ്പെടുത്തുക? നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം. ഓരോരുത്തർക്കും ഓരോ കാരണമാണെന്ന് മാത്രം. ഓരോരുത്തർക്കും ഓരോ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി, അവരായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായി, അവരുടെ പൊസിഷന് വിധേയമായി, അവരുടെ ജീവിത സാഹചര്യത്തിന്റെ, കുടുംബത്തിന്റെ പ്രത്യേകത കൊണ്ട് ഡിസപ്പോയിന്റ്മെന്റ് പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നൽകുന്ന സന്ദേശം ഇതാണ്: യേശു ക്രിസ്തു മരിച്ച് കബറടക്കപ്പെട്ട് ഇല്ലാതായില്ല, അവൻ ഇന്നും ജീവിക്കുന്നു. അതാണ് കേൾക്കേണ്ടത്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ ജീവിക്കുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞത് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവനെ വിളിക്കണം, അവൻ പറയുന്നത് അനുസരിക്കണം. ഇത്ര ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അവനെ വിളിക്കണം, അവനോട് പറയണം, അവൻ പറയുന്നത് കേൾക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്ന് എന്റെ സന്ദേശം നിങ്ങളെ സമർപ്പിക്കുന്നത്. ആരാണ് ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കുന്നത്? പല കാരണങ്ങളാണ്. പേടിക്കരുത്. യേശു ഇന്നും ജീവിക്കുന്നു. രണ്ട് കാര്യം ചെയ്താൽ മതി: അവനെ വിളിക്കണം, അവൻ പറയുന്നത് കേൾക്കണം. എല്ലാ ഡിസപ്പോയിന്റ്മെന്റും ഇല്ലാതാവും. അത് മതിയല്ലോ. അതിനപ്പുറത്തൊരു മെസ്സേജാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.